പ്രിയമുള്ളവരെ, വചനജ്വാല 1521 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഒക്ടോബർ 30 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ജപമാല മാസം ഇന്ന് അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. നാളെയാണ് സമാപനം. ഇന്നത്തെ വചന വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മരണമേ, തന്റെ സമ്പത്തിന്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവനെ, അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യവുമുള്ളവനെ, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ ആരോഗ്യമുള്ളവനെ, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം. മരണവിധിയെ ഭയപ്പെടേണ്ട, നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഇത്. അത്യുന്നതന്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ആയുസ് 10, 100, 1000 വർഷം ആയിക്കൊള്ളട്ടെ, പാതാളത്തെ അതേപ്പറ്റി ചോദ്യമില്ല. പാപികളുടെ സന്താനങ്ങൾ മ്ലേച്ഛ സന്തതികളാണ്. അവർ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നു. പാപികളുടെ സന്താനങ്ങളുടെ അവകാശം നശിച്ചു പോകും. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ദൈവഭയമില്ലാതെ പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്തും. അവർ നിമിത്തമാണ് അവർ നിന്ദയനുഭവിക്കുന്നത്. അത്യുന്നത ദൈവത്തിന്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചത്. മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ശരീരനാശത്തെപ്പറ്റി മനുഷ്യൻ വിലപിക്കുന്നു, എന്നാൽ പാപികളുടെ പേര് പോലും മാഞ്ഞു പോകും. സൽകീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക. 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ്. നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. ലജ്ജാശീലം. കുഞ്ഞുങ്ങളെ, ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. നിഗൂഢജ്ഞാനവും അജ്ഞാനനിധിയും നിഷ്പ്രയോജനമാണ്. വിഡ്ഢിത്തം മറച്ചു വെക്കുന്നവൻ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമാണ്. അതിനാൽ എന്റെ വാക്കുകളെ ആദരിക്കുക. എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല. എല്ലാവരും എല്ലാം ശരിക്കും വിലയിരുത്തുന്നുമില്ല. ലജ്ജിക്കേണ്ടവ ഇവയാണ്: പിതാവിന്റെയോ മാതാവിന്റെയോ മുൻപിൽ അസാന്മാർഗിയായിരിക്കുക, പ്രഭുവിന്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ വ്യാജം പറയുക, ന്യായാധിപന്റെയോ വിധിയാളിന്റെയോ മുമ്പിൽ തെറ്റ് ചെയ്യുക, ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുമ്പിൽ തിന്മ പ്രവർത്തിക്കുക, സ്നേഹിതന്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ അനീതി പ്രവർത്തിക്കുക, സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക. ഇവയെല്ലാം ലജ്ജാകരമാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുൻപിൽ ലജ്ജാഭരിതനാവുക. ഭക്ഷണാവസ്ഥ അവസരങ്ങളിൽ
സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും പ്രത്യാഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അന്യന്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിലും അവന്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക. അവളുടെ കിടക്കയെ സമീപിക്കരുത്. സ്നേഹിതന്മാരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക. ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക. പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക. അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിന്റേത്. എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ടാഞ്ചിയറിലെ വിശുദ്ധ മർസല്ലൂസിനെയും വിശുദ്ധ തെയോണസ്റ്റൂസിനെയും അനുസ്മരിക്കുന്ന പൊൻസുദിനം. ഒരു സൈനികനായിരുന്ന മർസല്ലൂസ് വിഗ്രഹാരാധന നടത്താതിരുന്നത് കൊണ്ട് അറസ്റ്റ് വരിക്കുകയും ശിരസ് ഛേദിച്ച് കൊല്ലപ്പെടുകയും അങ്ങനെ രക്തസാക്ഷിത്വം വരിക്കുകയുമാണ് ഉണ്ടായത്. രക്തസാക്ഷികളുടെ ചരിത്രം വായിക്കുമ്പോൾ കത്തോലിക്ക സഭാംഗങ്ങളെ കൂടുതൽ വധിച്ച റോമൻ ചക്രവർത്തിമാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് ആര്യൻ പാഷണ്ഡികൾക്ക് ഉള്ളത്. അവരുടെ ക്രോധത്തിനിരയായ ഒരു ബിഷപ്പാണ് തെയോണത്തൂസ്. ഫിലിപ്പി രൂപതയുടെ മെത്രാനായിരുന്ന തെയോണത്തൂസിനെയും വിശുദ്ധ ആൽബൻ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യാനികളെയും നാടുകടത്തി. മാർപ്പാപ്പ അവരെ ജർമ്മനിയിൽ സുവിശേഷ പ്രഘോഷണത്തിനായി അയച്ചു. അവിടെ വെച്ച് അവർ ആക്രമണത്തിന് ഇരയാവുകയും വധിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. പ്രിയമുള്ളവരെ, രക്തസാക്ഷികളായ മാർസല്ലൂസിൻ്റെയും വിശുദ്ധ തെയോണത്തൂസിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.